എല്ലാവർക്കും ചാരു സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇത് കാണുമ്പോൾ മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും ആലോചിക്കണേ അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ തേങ്ങ ഉപയോഗിക്കാറുണ്ട്. തേങ്ങ പൊതിച്ച് അല്ലെങ്കിൽ തേങ്ങ നന്നാക്കിയതിന് ശേഷം അതിൻ്റെ ചകിരിയും തൊണ്ടും ഒക്കെ കളയാറാണ് പതിവ്, അല്ലെങ്കിൽ കത്തിച്ചൊക്കെ കളയും. ഇനിയിപ്പോൾ കളയണ്ട, അതിൽ നിന്ന് ചകിരി എടുത്തിട്ട് നമുക്ക് ബോട്ടിലായിട്ട് ചെയ്യാം. അത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പം ഞാനിവിടെ ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി ഇപ്പോൾ കുറച്ച് പഴകിയ ചകിരിയാണെങ്കിൽ നന്നായിരിക്കും, അതിൻ്റെ പൊടിയൊക്കെ പോയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇത്തിരി പുതിയ ചകിരി എടുത്തിരിക്കണേ. എന്നിട്ടൊരു കുപ്പി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ചകിരി പതുക്കെ ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ നിറച്ച് പൊടിയുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, പൊടിയൊക്കെ തട്ടി കളയുമ്പോൾ അതങ്ങ് പൊയ്ക്കോളും. എന്നിട്ട് നാരുകളൊക്കെ പൊങ്ങി നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അത് ആ കട്ടിയുള്ള ഭാഗം മാത്രം ഞാൻ ചെറുതായി കട്ട് ചെയ്യാം. അത് നീളത്തിലും ചതുരത്തിലും ഒക്കെ കട്ട് ചെയ്തോ ഒരു കുഴപ്പമില്ല, ചെറുതായിട്ട് കട്ട് ചെയ്യണം. കാരണം പെട്ടെന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയാണ്. കുപ്പിയിൽ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. എല്ലാം കൂടെ ഒട്ടിച്ച് കഴിയുമ്പോൾ അത് ഒട്ടിയിരിക്കില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി വേണ്ടത് ഫെവിക്കോളാണ്. ഫെവിക്കോള് തടിയിലൊക്കെ ഉപയോഗിക്കുന്ന ഫെവിക്കോളാണെങ്കിൽ നന്നായിരിക്കും, കുറച്ചും കൂടെ കട്ടി ഉണ്ടാവും. ഈ ഫെവിക്കോളിൽ ഞാനിപ്പോൾ വെള്ളം ഉപയോഗിക്കണില്ല, നേരെ അപ്ലൈ ചെയ്യാണ്. നല്ല കട്ടിക്ക് വേണം. പിന്നെ കുറച്ച് ഭാഗങ്ങളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് ഒട്ടിക്കുന്നതായിരിക്കും നന്ന്. കാരണം അത് ഒട്ടിയതിന് ശേഷം പതുക്കെ തിരിച്ചു കൊടുത്ത് ഒട്ടിക്കുക. എന്നിട്ട് ഇതേ ചെറിയ പീസാക്കിയിരിക്കുന്ന ചകിരി ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്. കയ്യിലൊക്കെ ഫെവിക്കോളും ചകിരിയൊക്കെ ആകും. അത് കൈ കഴുകിക്കളഞ്ഞാൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ പൊക്കോളും, പേടിക്കണ്ട. അപ്പോൾ പതുക്കെ ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഗ്യാപ്പൊക്കെ വന്നോട്ടെ. അത് ആ ഒട്ടിയതിന് ശേഷം നമുക്ക് പതുക്കെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ആ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്യാം. പിന്നെ കയ്യിൽ ആകാതിരിക്കാൻ വേണ്ടി ഒരു നനഞ്ഞ തുണി വെച്ച് വെറുതെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഷേപ്പിലും നന്നായിട്ട് ഒട്ടിയിരിക്കും. ഇല്ലെങ്കിൽ കയ്യിലങ്ങ് ചകിരിയായി പോവും. അതിനാണ് ഞാൻ ഈ നനഞ്ഞ തുണി എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ പ്രസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒട്ടാൻ വേണ്ടി. ഇപ്പം ഞാൻ ഈ കുപ്പിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടി ഈ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുപ്പിയുടെ ഷേപ്പ് കിട്ടും. അപ്പോൾ ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഉണക്കണം. ഇപ്പോൾ ഉണക്കിയ കുപ്പിയാണ്, നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ അതിലേക്ക് ഒരു കത്രിക എടുത്തിട്ട് ഈ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ഫുൾ കട്ട് ചെയ്ത് കളയണം. അതായത് ഇങ്ങനെ നാരുകളും ഇങ്ങനെ പൊങ്ങി നമുക്കറിയാൻ പറ്റും, അതിൽ ഒട്ടാത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നാരുകളായിരിക്കും കൂടുതൽ. കണ്ടോ ഈ പൊങ്ങി ഇങ്ങനെ നിൽക്കണേ ആ ചകിരിയൊക്കെ ചെറുത് പൊങ്ങി നിൽക്കും. അപ്പോൾ അതൊക്കെ ഫുൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി ഒന്ന് മിനുക്ക് പരിപാടികളൊക്കെ ചെയ്തെടുക്കണം. ഇപ്പോൾ ദേ നമ്മൾ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി കയ്യിൽ നോക്കുക. എൻ്റെ കയ്യിലിപ്പോൾ ഒരു തുള്ളി പോലും ചകിരിയില്ല, നന്നായിട്ട് ഒട്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വുഡിലൊക്കെ, അതായത് വാർണിഷ് എന്ന് പറയും, വാർണിഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. വുഡിൽ തടിയിലൊക്കെ ചെയ്യുന്ന വാർണിഷ് ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് ഞാനൊന്ന് സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്യണ ഒരു വാർണിഷിനൊരു പ്രത്യേക സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിഷ്ടമല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് കുറേ നാളിരിക്കും, അതിനു വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതെ നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്ക് മണി പ്ലാന്റ് വെള്ളം ഒഴിച്ചതിന് ശേഷം മണി പ്ലാന്റ് ഒക്കെ ഇട്ട് വെക്കാൻ നല്ല ഭംഗിയാണ്. നല്ല ഭംഗിയാണ്. അപ്പോൾ ഈസിയാണ്. ഇനിയിപ്പോൾ ചകിരി ഒന്നും കളയണ്ടെന്ന് മനസ്സിലായല്ലോ. ഇനി അത് കളയരുത്. ഇതുപോലെ എടുത്ത് ബോട്ടിലാട്ടൊക്കെ ചെയ്യുക. എന്നിട്ട് മണി പ്ലാന്റ് ഒക്കെ ഒരുപാട് നിറച്ച് ചെടികളുടെ ഇടയിൽ വെക്കുക. വെറുതെ കുപ്പിയിൽ വെക്കുന്നതിന് പകരം ഇതുപോലൊക്കെ വെക്കുകയാണെങ്കിൽ കൂടുതൽ മനോഹരമാക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.